ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ന്യൂ ഇയർ വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഇതെന്താണ് കുക്കറി ഷോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നൊരു കേക്ക് ബേക്കിങ്ങിൻ്റെ തത്രപ്പാടിലാണ്. വേറൊന്നുമല്ല, ന്യൂ ഇയർ സെലിബ്രേഷൻ ഞങ്ങളുടെ മാമൻ്റെ വീട്ടിൽ വൈകുന്നേരമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഒരു കേക്കും കൊണ്ടുപോകാൻ, വെറുതെ കൈവീശി പോകണ്ടല്ലോ. അപ്പോൾ പിന്നെ പ്ലം കേക്ക് തന്നെ ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു. പോരാത്തതിന് എൻ്റെ അമ്മായിയമ്മ കേക്ക് ബേക്കിങ്ങിൽ കുറച്ചൊന്ന് എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പണി അങ്ങ് ഏറ്റെടുത്തു. ഒരു 1 kg കേക്കാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് ആവശ്യത്തിന് ചേരുവകളൊക്കെ ചേർത്ത് പിന്നെ അമ്മയുടെ കുറച്ച് പൊടിക്കൈകളും എല്ലാം കൂടി ചേർത്ത് ട്രേയിലേക്ക് മാറ്റി ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും കിസ്മിസും ട്യൂട്ടി ഫ്രൂട്ടും എല്ലാം ഒന്ന് വിതറിക്കൊടുത്ത് ഒരു ചെമ്പ് പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് 45 മിനിറ്റ് അടച്ചു വെച്ച് ബേക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ മാമൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ മാമനും മാമൻ്റെ വൈഫ് അമ്മുമ്മയുണ്ട്, മാമൻ്റെ 2 മക്കൾ, ഞങ്ങളുടെ കസിൻസ്, പിന്നെ വേറൊരു ഫാമിലിയും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കുറേ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ലാവിഷ് ഫുഡായിരുന്നു. ഇടിയപ്പം, പൊറോട്ടയും, ചപ്പാത്തി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. ഒരു ലാവിഷ് ഡിന്നർ തന്നെയായിരുന്നു. ചിക്കൻ കറിയും ഇടിയപ്പവും പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ മാമൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ബാക്കി ഞങ്ങൾ വെളിയിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ അറ്റാക്ക് ആണുങ്ങളായിരുന്നു. അവരെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റൂ. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ കുറച്ച് ഫുഡ് മാത്രമേ എടുത്തുള്ളൂ. എന്തായാലും ഫുഡിനൊക്കെ അപാര ടേസ്റ്റ് ആയിരുന്നു. ചിക്കൻ ഫ്രൈ സൂപ്പറായിരുന്നു. ഇടിയപ്പവും ചിക്കൻ കറിയും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ ന്യൂ ഇയർ ഏകദേശം കഴിയാറായി. അതിനുശേഷം നമ്മുടെ മെയിൻ താരം വരുന്നുണ്ട്, അതാണ് നമ്മുടെ കേക്ക്. അപ്പോൾ കേക്കിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. ആ സമയത്ത് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് തീർന്നിട്ട് മാത്രമേ കേക്ക് എടുക്കുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അവരെല്ലാവരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലാവിഷായിട്ട് സമാധാനത്തോടെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് ഡിന്നറായിരുന്നു. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ മാമൻ്റെ വീട്ടിലൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കേക്ക് മുറിക്കാൻ എന്ന പരിപാടിയിലേക്കാണ്. കേക്ക് നല്ല അടിപൊളി കേക്കായിരുന്നു. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി കേക്കായിരുന്നു. അതിൻ്റെ കൂടെ പിന്നെ വൈനില്ലെങ്കിൽ പിന്നെ എന്ത് പ്ലം കേക്കല്ലേ, വൈനില്ലെങ്കിൽ പിന്നെ എന്ത് ന്യൂ ഇയർ സെലിബ്രേഷൻ. അങ്ങനെ ഞങ്ങൾ ക്രിസ്മസിന് വാങ്ങിച്ച വൈനിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് ഞങ്ങൾ എല്ലാവരും കൂടി കേക്കിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചൊക്കെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് എല്ലാവർക്കും മുറിച്ച് കൊടുത്തു. എല്ലാവർക്കും അടിപൊളിയായിട്ട് കേക്ക് ഇഷ്ടപ്പെട്ടു. ഞാനത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി കേക്കായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു. കഴിച്ചതിന് ശേഷമുള്ള രംഗമാണ് നമ്മൾ മറ്റേ പാട്ട് പാടില്ലേ, ഏകാന്തതയുടെ, അതിൻ്റെ അതേ അവസ്ഥയായിരുന്നു. ഇവിടെ കുറച്ച് പേര് ഫുഡൊക്കെ കഴിച്ച് തളർന്നിരിക്കുകയായിരുന്നു. അതേസമയം തൊട്ടപ്പുറത്ത് എൻ്റെ അച്ഛനും മാമിയും കസിൻസും എല്ലാവരും കൂടി അച്ഛൻ്റെ ചെറിയ ചെറിയ തള്ളുകളും കഥകളും ഒക്കെ അവരൊക്കെ കേട്ട് അന്താളിച്ചിരിക്കുകയായിരുന്നു. മാമി പിന്നെ അപാര പ്രോത്സാഹനമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സംസാരമൊക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ അങ്ങനെ കഴിഞ്ഞു. എന്തായാലും നല്ലൊരു ന്യൂ ഇയർ സെലിബ്രേഷനായിരുന്നു. എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ വിഷ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങളൊരു 12 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ബാക്കി എല്ലാവരും ടയേർഡായിട്ട് ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ വീട്ടിൻ്റെ അകത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ. എല്ലാവർക്കും നല്ലൊരു 2024 ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹങ്ങളും നടക്കട്ടെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. സോ വിഷിങ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾ എല്ലാവരുടെയും പ്ലാൻസും റെസൊല്യൂഷൻസും എല്ലാം ഈ വർഷം തന്നെ സക്സസ് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ കാണുക. എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും കൂടി ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും once again a happy new year. Tata.